യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും ദൈവവചനം ഞാനും നിങ്ങളും കേൾക്കുന്നത്, അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഒരു ദിവസം ആ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് ഞാൻ അറിയുന്നത്. ഒരു ദിവസം കേൾക്കാതിരുന്നാൽ എന്തൊക്കെയോ നഷ്ടം പോലെയാ, എന്തോ ഒരു കുറവുള്ള പോലെ. ആ വചനം കേൾക്കുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ധൈര്യവും പ്രത്യാശയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അനുഗ്രഹം വിളമ്പാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ. ഞാൻ കണ്ടിട്ടുണ്ട് വചനം പറയുമ്പോൾ ജനത്തിൻ്റെ മേൽ ദൈവം അനുഗ്രഹത്തിൻ്റെ മഴയെ പെയ്യിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ അനുഗ്രഹത്തെ ദൈവം കൊടുക്കുന്നത്, കൈമാറുന്നത്, ദൈവം ചെയ്യുന്നത്. മനുഷ്യൻ്റെ കഴിവല്ല, അത് ദൈവപ്രവൃത്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾ, എല്ലാ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു, അവരെയൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെ കിട്ടിയ നിയോഗങ്ങളെ മനസ്സിൽ കാണുന്നു. എഴുതിയിട്ട ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 6-ാമത്തെ വാക്യം. സാമുവേൽ എന്ന പ്രവാചകൻ ദൈവം അയക്കുവാണ്, ഒരാളെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു വിടുവാണ്. സാമുവേൽ ഒരു പ്രവാചകനാണ്. അപ്പോൾ സാമുവേൽ ചെല്ലുവാണ്. വായിക്കാം. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. ഒരാളെ ശ്രദ്ധിച്ചു. ജസ്സയുടെ മക്കളിൽ ഒരാളെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തരാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. മട്ടും ഭാവവും ശരീരവും മുഖവും തലയെടുപ്പും ഒക്കെ കണ്ടപ്പം ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്ന് സാമുവേലിന് അങ്ങ് തോന്നി. കണ്ടപ്പം തോന്നി. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ആഗ്രഹിച്ചു. കുഴലിലെ തൈലമെടുത്ത് ഏലിയാബിൻ്റെ ശിരസിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ദൈവം സാമുവേലോട് പറഞ്ഞ കാര്യം നോക്ക്. സാമുവേലിനോട് പറഞ്ഞു, എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് സാമുവേൽ എന്ന പ്രവാചകൻ അന്നേരം തോന്നിയ കണ്ണിൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. തെറ്റായൊരു തീരുമാനം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാമുവേൽ ആരാണ്? ദൈവം വിളിച്ച ഒരാളാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചവനാണ്. അതിനെ പ്രത്യുത്തരിച്ച ആളാണ്. ആ സാമുവേൽ ഒരു തെറ്റായ തീരുമാനമെടുക്കുന്ന സമയത്ത്, കൃത്യസമയത്ത് ദൈവം ഇടപെട്ടു. ദൈവവചനവും പ്രാർത്ഥനയൊക്കെ ഉള്ളവരുടെ പ്രത്യേകത എന്നറിയാമോ? നമ്മുടെ സാധാരണ കുഞ്ഞു ബുദ്ധി കൊണ്ട് തെറ്റായൊരു തീരുമാനങ്ങാനും എടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം കൃത്യസമയത്ത് ഇടപെടും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സാമുവേൽ കണ്ണിന് ഇഷ്ടം തോന്നിയ ആ ആകാരവടിവും ശരീര സൗന്ദര്യവും മുഖഭാവവും തലയെടുപ്പെല്ലാം കണ്ടപ്പം ഇവനെ തന്നെയാ ദൈവം തിരഞ്ഞെടുത്തത് എന്നും വിചാരിച്ച് ആ കുഴലിലെ തൈലമെടുത്ത് അഭിഷേകം ചെയ്തിരുന്നെങ്കിൽ, കണ്ണിനിഷ്ടമായതങ്ങ് എടുത്തു ചാടി ചെയ്തിരുന്നെങ്കിൽ ശ്രേഷ്ഠമായത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ശ്രേഷ്ഠമായൊരു അനുഗ്രഹം അവിടെ കൈവിട്ടു പോകുമായിരുന്നു. അപ്പോൾ സാമുവേൽ ആ ദൈവസ്വരം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പിന്നീട് സാമുവേൽ പ്രവർത്തിക്കുന്നത്, തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം അവിടെ വെളിപ്പെട്ടത്. ദാവീദിനെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന ശ്രേഷ്ഠമായ പ്രവൃത്തി അവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, കണ്ണിന് നമുക്കിഷ്ടമുള്ളത്, നമുക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നതിനോട് പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന്
പ്രാർത്ഥനയിൽ ആലോചിക്കണം. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവമേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, എൻ്റെ ജീവിതത്തിൽ വരാനിടയാകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ഇഷ്ടപ്പെടുമ്പോഴാണ് അതെനിക്ക് കയ്പായിട്ട് മാറുന്നത്. പിടികിട്ടിയോ? ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവഹിതം അല്ലാത്തതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, വേറെ ആര് പറയുന്നത് ശ്രദ്ധിച്ചില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു. അത് പിന്നീട് കയ്പായും വേദനയായും അസ്വസ്ഥതയായും ഭാരമായും മാറിയത് അനേകരിൽ. ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ എനിക്കിഷ്ടപ്പെടാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവം ഇഷ്ടപ്പെട്ടത്, എനിക്ക് വേണ്ടി ദൈവം കണ്ടത്, എനിക്ക് വേണ്ടി ദൈവം തന്നത്, എനിക്ക് വേണ്ടി ദൈവം ആലോചിച്ചതൊക്കെ എനിക്ക് മതി. എൻ്റെ സ്വന്തം ഇഷ്ടമല്ല നടക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. സ്വന്തം ഇഷ്ടം നടക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വന്തം ഇഷ്ടം നടന്നാൽ അന്നേരം അത് സന്തോഷമാണ്, അന്നേരം അത് ഭയങ്കര ആനന്ദമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് കയ്പായും ഭാരമായും ഇഷ്ടക്കേടായും വെറുപ്പായൊക്കെ മാറും. സാമുവേലിൻ്റെ ജീവിതം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. പ്രവാചകനായിട്ട് പോലും തോന്നി ഈ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അഭിഷിക്തനാകാൻ പോകുന്നത്, തൈലം ഇവൻ്റെ തലയിലാണ് ഒഴിച്ച് ചെയ്യേണ്ടത്. അങ്ങ് തോന്നി. നമുക്കും ചിലരെ കാണുമ്പോൾ തോന്നും ഈ വ്യക്തി നല്ലതാണ്, ആ വ്യക്തി നല്ലതാണ്, ഈ വ്യക്തിയുടെ ആത്മാർത്ഥത നല്ലതാണ്, ഈ വ്യക്തിയുടെ പെരുമാറ്റം നല്ലതാ, ഈ വ്യക്തിയുടെ ചിരി നല്ലതാ, ഈ വ്യക്തിയുടെ പ്രാർത്ഥന നല്ലതാ, ഈ വ്യക്തിയുടെ ഇടപാടുകൾ നല്ലതാ, ഭയങ്കര സത്യമുള്ള ആളാ, ഭയങ്കര ആത്മാർത്ഥതയാ. പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോഴാ പലർക്കും പിടികിട്ടുന്നത്. പലരും മനസ്സിലാക്കാൻ പരാജയപ്പെടും. ഒരാൾ ഇഷ്ടമുണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒന്നും ആര് പറഞ്ഞാലും കേൾക്കില്ല. അത് ഒരു വ്യക്തിയുടെ കാര്യമായാലും പണത്തിൻ്റെ കാര്യമായാലും എത്ര പേരാ ചിലരെയൊക്കെ വിശ്വസിച്ച് പണം കൊണ്ടുപോയി കൊടുത്തത്. ഞങ്ങളെ ആ രാജ്യത്ത് കൊണ്ടുപോകാം, ഈ രാജ്യത്ത് കൊണ്ടുപോകാം, ആ ജോലി മേടിച്ചു തരാം. എത്രയോ പേരുടെ വാക്ക് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാ പല വിവാഹങ്ങളും നടന്നത്. അതിനുശേഷം അതെല്ലാം കയ്പായും പിണക്കമായും ദേഷ്യമായും മാറിയ എത്ര കാര്യങ്ങളാ. നമ്മൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, സാമുവേൽ ഒരു തീരുമാനം എടുക്കാൻ പോവാ. കുഴലിലെ തൈലം എടുത്ത് ഒഴിക്കാൻ തീരുമാനിച്ചു. ദൈവം കൃത്യസമയത്ത് ഇടപെട്ടിട്ട് പറഞ്ഞു, നോ, ചെയ്യല്ലേ. കർത്താവേ, ഞങ്ങൾ തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ഇതുപോലെ ഇടപെടണമേ, ഞങ്ങളെ നയിക്കണമേ. വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ പൊട്ട തീരുമാനങ്ങൾ ഞങ്ങൾ സാധാരണ മനുഷ്യരെടുത്തു പോകും. ഞങ്ങളുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥതയുള്ള വേദനയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കാൻ ഇപ്പം നല്ലതാണെന്ന് തോന്നി എടുക്കും. ഞങ്ങൾ 10 പ്രാവശ്യം പ്രാർത്ഥിക്കുക, കർത്താവ്, ഇത് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? ഇത് ദൈവഹിതമാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവഹിതമാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ നടന്നാൽ മതി. പ്രാർത്ഥിക്കുക, ഒത്തിരി മാറ്റം ഉണ്ടാകും. ഇത് നിങ്ങൾ ഓർത്തോ, സാമുവേൽ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച എതിരേലും എങ്ങനെയും ഒക്കെ നടന്ന ആളല്ല സാമുവേൽ. ദൈവത്തിൻ്റെ വാക്ക് കേട്ടവനും ദൈവവിളി ലഭിച്ചവനും ദൈവത്തോട് പ്രാർത്ഥനയുള്ള സാമുവേലിനാ കൃത്യസമയത്ത് ദൈവം ഇടപെട്ട അനുഭവം ഉണ്ടായത്. വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാം, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ പൊട്ട തീരുമാനം വരുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടെന്ന് ഇടപെടും. കൃത്യസമയത്ത് ദൈവം ഇടപെടും. വിശ്വസിക്കുക, എൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ മക്കളിൽ ദൈവം കൃത്യസമയത്ത് ഇടപെടും. ഒരു ദോഷവും വരത്തില്ല. ശ്രേഷ്ഠമായത് നിന്നിൽ വരും, ശ്രേഷ്ഠമായത് നിൻ്റെ കുടുംബത്തിൽ വരും, ശ്രേഷ്ഠമായത് നിൻ്റെ മക്കളിൽ വരും, ശ്രേഷ്ഠമായത് നിൻ്റെ അധ്വാനത്തിൽ വരും, ശ്രേഷ്ഠമായത് നിൻ്റെ ബിസിനസ്സിൽ വരും. പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരെ കർത്താവ് ഒരിക്കലും എവിടെയും ചതിയിൽപ്പെടാനിടയാകരുത്, എവിടെയും തകർന്നു പോകാനിടയാകരുത്, ആരാലും വഞ്ചിക്കപ്പെടാനിടയാകരുത്, എവിടെയും കുരുക്കിലായി പോകുന്ന അനുഭവം ഉണ്ടാകരുത്. തെറ്റായൊരു തീരുമാനവും ഞങ്ങളിൽ ആരും എടുക്കാനിടയാകരുത്. ഞങ്ങൾ ബലഹീനരും നിസ്സാരരും പാപികളുമാണ്. ഞങ്ങൾ തെറ്റായ തീരുമാനമെടുത്ത് ശ്രേഷ്ഠമായതിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുതേ. പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവം അനുഗ്രഹിച്ചോളും, ദൈവം അനുഗ്രഹിച്ചോളും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഒറ്റ കുടക്കീഴിൽ എന്ന പോലെ ഒരു മനസ്സോടെ സഭാവ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് പേര് ശുശ്രൂഷയെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചൊവ്വാഴ്ച ദിവസവും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് അകവും പുറവും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ തീരുമാനത്തെ കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായതിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുത്. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണമേ.
ദീർഘായുസ്സും ആരോഗ്യ സമ്പത്തും ഐശ്വര്യവും തരണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താരയിൽ വച്ചിരിക്കുന്ന പേരുകൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നാളെയും 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും വലിയ അത്ഭുതകരമായ രീതിയിൽ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.